Hello friends, Technique Malayalamത്തിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് നമ്മൾ അൺബോക്സിംഗ് ചെയ്യാൻ പോകുന്നത് OnePlusന്റെ ഏറ്റവും പുതിയ ഫ്ലാഗ്ഷിപ്പ് ഡിവൈസ് ആയ OnePlus 9 Pro ആണ്. അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ OnePlus കിട്ടിയ നമുക്കൊരു കിട്ടിയ മീഡിയ ബോക്സ് കാണിക്കേണ്ടത്, അതേപോലെ തന്നെ OnePlus 9ഉം OnePlus 9 Pro രണ്ടും ഒരുമിച്ച് നമുക്ക് കിട്ടിയത്. അപ്പോൾ ഇത് OnePlus 9 Pro ആണ് നമ്മുടെ കയ്യിലുള്ളത്. അപ്പോൾ ഇതിൻ്റെ അൺബോക്സിംഗ് ആണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇതിൽ നമ്മൾ ഇതിൻ്റെ എല്ലാ കാര്യങ്ങളും പറയാം, ഇതിൻ്റെ അകത്ത് എന്തൊക്കെയാണ് വരുന്നത് നമുക്ക് നോക്കാം. അപ്പോൾ ഇത് നമുക്ക് കിട്ടിയിരിക്കുന്നത് മോർണിംഗ് മിസ്റ്റ് എന്ന് പറഞ്ഞ കളറാണ്. 12GB ഓഫ് റാമും 256GB ഓഫ് സ്റ്റോറേജും. പിന്നെ വീണ്ടും ഇത് കോ ഡെവലപ്ഡ് വിത്ത് ഹാസൽബ്ലാഡ് എന്ന് പറഞ്ഞ കമ്പനിയുടെ ക്യാമറ കമ്പനിയായിട്ട് ഡെവലപ്പ് ചെയ്താണ്. കോ ഡെവലപ്ഡ് വിത്ത് ഹാസൽബ്ലാഡ് ആണ്. അപ്പോൾ ഹാസൽബ്ലാഡ് ആക്ച്വലി പണ്ട് മോട്ടോയിലെ ഒരു ഫോണിലും വന്നായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഇപ്പോഴാണ് ഇത് ഒരു ബ്രാൻഡായിട്ട് പാർട്ട്ണർഷിപ്പ് ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ വിശേഷങ്ങൾ, ഇതിൻ്റെ ക്യാമറ എല്ലാം തന്നെ നമ്മൾ പറയുന്നതാണ്. അപ്പോൾ ഇത് വീണ്ടും ഉണ്ടാക്കിയിരിക്കുന്നത് ഓപ്പോ മൊബൈൽസ് ഇന്ത്യയാണ്. അപ്പോൾ നമുക്ക് ബാക്കിൽ കാണാം ഓപ്പോ മൊബൈൽസ് ആണ് ഇന്ത്യയിൽ OnePlusന്റെ ഡിവൈസസ് എല്ലാം ഉണ്ടാക്കുന്നത്. അപ്പോൾ നമുക്ക് വേഗം തന്നെ OnePlus 9 Proന്റെ അൺബോക്സിംഗിലേക്ക് കിടക്കാം. അതിനു മുമ്പായിട്ട് ഈ ചാനൽ ആദ്യമായിട്ടാണെങ്കിൽ ആ സബ്സ്ക്രൈബ് ബട്ടൺ പ്രസ് ചെയ്യാൻ മറക്കരുത്. അതേപോലെ തന്നെ ബെൽ ഐക്കൺ കൂടെ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് അൺബോക്സിംഗിലേക്ക് കിടക്കാം. അപ്പോൾ നമ്മുടെ കയ്യിൽ OnePlus 9 Pro 5G ആണ്. കോ ഡെവലപ്ഡ് വിത്ത് ഹാസൽബ്ലാഡ് എന്ന് എഴുതിയത് കാണാം. അപ്പോൾ ഇതിൻ്റെ ബാക്കിൽ നമുക്ക് ഡീറ്റെയിൽസ് കാണാം. OnePlus 9 Pro 5G വേരിയൻറ്റ് മോർണിംഗ് മിസ്റ്റ് എന്നാണ് ഈ കളറിൻ്റെ പേര്. 12GB ഓഫ് റാമും 256GB ഓഫ് സ്റ്റോറേജുമാണ്. സാർ വാല്യൂ ഇൻഡസ്ട്രിയൽ ആയി 1.1 ആണ് സാർ വാല്യൂ. ഹെഡ് ബോഡി സാർ 0.91. 5G സപ്പോർട്ടാണ്. രണ്ട് ബാൻഡാണ്, N41 N78 ആണ് സപ്പോർട്ട് ചെയ്യുന്നത്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഓപ്പോ മൊബൈലാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇതാണ് നമ്മൾ അൺബോക്സ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ക്വിക്കായിട്ട് നമുക്ക് ഓപ്പൺ ചെയ്യാം. ഓപ്പൺ ചെയ്തിട്ട് ബോക്സിനകത്ത് എന്തൊക്കെയാണ് വരും നോക്കാം. അപ്പോൾ ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ആദ്യം കാണുന്നത് ഡിവൈസാണ്. അപ്പോൾ ഡിവൈസിൻ്റെ ബാക്കിൽ ഒരു സർക്കുലർ ലേഔട്ട് ഉണ്ട്. ഇത് വയർലെസ് ചാർജിങ് ആണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. ഇതിനകത്ത് വയർലെസ് ചാർജിങ് ഉണ്ട്. 9ലില്ല, 9 Proയിൽ മാത്രമേ വയർലെസ് ചാർജിങ് ഉള്ളൂ. അപ്പോൾ ഇത് വയർലെസ് ചാർജിങ് ആണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. അപ്പോൾ നമുക്കിതൊന്ന് പുറത്തേക്ക് എടുക്കാം. ഇനി ബാക്കി എന്തൊക്കെ ബോക്സിൽ വരുന്നതെന്ന് കൂടി നോക്കാം. എന്നിട്ട് നമുക്ക് ബാക്കി തിരിച്ചു വരാം ഡിവൈസിലേക്ക്. അപ്പോൾ നമുക്ക് കിട്ടുന്നത് 65 വാട്ട് അഡാപ്റ്ററാണ്. 65 വാട്ട് സ്റ്റാൻഡേർഡ് അഡാപ്റ്ററാണ്. നമ്മൾ നേരത്തെ കണ്ട അതേ അഡാപ്റ്റർ തന്നെയാണ് ഇവിടെയും കിട്ടുന്നത്. അതായത് നമ്മൾ OnePlus 9 അൺബോക്സ് ചെയ്തപ്പോൾ കിട്ടിയ 65 വാട്ട് അഡാപ്റ്റർ തന്നെയാണ് വരുന്നത്. USB Type-C പോർട്ടാണ്. Type-C to Type-C ചാർജിങ് ആണ്. അതേപോലെ കേബിൾ കൊടുത്ത് കണ്ടില്ലേ, USB Type-C to Type-C ചാർജിങ് കേബിളാണ് കൊടുത്തിരിക്കുന്നത്. നമ്മൾ പുറത്തേക്ക് എടുക്കുന്നില്ല, കാരണം അത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. ഇനി നമുക്ക് ഇതൊന്ന് പുറത്തേക്ക് എടുക്കാം. അപ്പോൾ ഇവിടെ നമുക്ക് കിട്ടുന്ന ഒരു നല്ലൊരു കേസാണ് കേട്ടോ. ആക്ച്വലി നെവർ സെറ്റിൽ എന്ന് പറഞ്ഞ ഒരു നല്ല കേസാണ് കൊടുത്തിരിക്കുന്നത് ഇവിടെ. ഇത്തവണ സ്റ്റേഡി കേസല്ല, സിലിക്കോൺ കേസാണ്. എങ്കിലും നല്ലൊരു കളർ എനിക്ക് ഇഷ്ടപ്പെട്ടു. നല്ലൊരു ഫീലൊക്കെ കിട്ടുന്നുണ്ട്. പിന്നെ ഇതിനകത്ത് വരുന്നത് നെവർ സെറ്റിൽ ബ്രാൻഡിങ്ങുള്ളൊരു ഒരു സിം ഇജക്റ്റ്, പിന്നെ ഒരു വെൽക്കം ഗൈഡ്, പിന്നെ ഇതിനകത്ത് ഡീറ്റെയിൽസൊക്കെ കൊടുത്തിരിക്കുന്നു. പിന്നെ റെഡ് കേബിൾ ക്ലബിൻ്റെ ഒരു കാർഡ് കാണാം. പിന്നെ വരുന്നത് കുറച്ച് സ്റ്റിക്കേഴ്സാണ്, സ്റ്റാൻഡേർഡായി കൊടുക്കാറുള്ള സ്റ്റിക്കേഴ്സാണ്. പിന്നെ ഇതിനകത്ത് സാർ വാല്യൂവും ബാക്കി ഡീറ്റെയിൽസൊക്കെ എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഇത്രയാണ് സേഫ്റ്റി ഇൻഫർമേഷനൊക്കെ കൊടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് ഫോണൊന്ന് ബൂട്ട് ചെയ്യാം. ബൂട്ട് ചെയ്തിട്ട് ഡീറ്റെയിൽസൊക്കെ ഒന്ന് പറയാം. അപ്പോൾ നമ്മൾ OnePlus 9 Pro ബൂട്ട് ചെയ്തിരിക്കുകയാണ്. ഇതിൽ വരുന്ന ഒരു ക്വാഡ് HD ഡിസ്പ്ലേ ആണ്. അതേപോലെ തന്നെ 120 Hz റിഫ്രഷ് റേറ്റ് ആണ് വരുന്നത്. അപ്പോൾ നല്ലൊരു ബ്യൂട്ടിഫുൾ ഡിസ്പ്ലേ എന്ന് പറയാം. 120 Hz റിഫ്രഷ് റേറ്റും ക്വാഡ് HD പാനലുമാണ് വരുന്നത്. ഡിസ്പ്ലേയിൽ നമുക്ക് പോയി കഴിഞ്ഞാൽ ഡീറ്റെയിൽസ് എല്ലാം കാണാം. ജസ്റ്റ് ഞാൻ അഡ്വാൻസ്ഡ് ഓപ്ഷനിലേക്ക് പോകാം. റെസൊല്യൂഷൻ കണ്ടില്ലേ, നമുക്ക് ക്വാഡ് HDയിലേക്ക് മാറ്റാം. ഇപ്പോൾ ക്വാഡ് HDക്ക് സ്വിച്ച് ചെയ്തിരിക്കുകയാണ്. അതേപോലെ തന്നെ നമുക്ക് റിഫ്രഷ് റേറ്റ് കണ്ടില്ലേ, 120 Hz റിഫ്രഷ് റേറ്റ്, സ്റ്റാൻഡേർഡ് 60 Hzഉം സപ്പോർട്ടഡ് ആണ്. അപ്പോൾ രണ്ടും തന്നെ ഇൻക്ലൂഡഡാണ്. അപ്പോൾ ഇതാണ് ഡിസ്പ്ലേൻ്റെ കാര്യം പറയുകയാണെങ്കിൽ വളരെ മികച്ച ഒരു ക്വാളിറ്റി ഡിസ്പ്ലേ ആണ് ഇവിടെ വരുന്നത്. നമുക്ക് കണ്ടില്ലേ ക്വാഡ് HDക്ക് ഇപ്പോൾ മാറിയിരിക്കുകയാണ്. അപ്പോൾ ഇതാണ് ഡിസ്പ്ലേ. പിന്നെ സോഫ്റ്റ്വെയറിൻ്റെ കാര്യം ഞാൻ പറയേണ്ട ആവശ്യമില്ല, നിങ്ങൾക്ക് അറിയാമെന്ന് എനിക്ക് തോന്നുന്നു. ഇതിൻ്റെ സോഫ്റ്റ്വെയർ എപ്പോഴും തന്നെ വളരെ മികച്ച ഒരു സോഫ്റ്റ്വെയറാണ് വരാറ്. അപ്പോൾ നമുക്കിവിടെ എബൌട്ട് ഫോൺ എടുത്തു കഴിഞ്ഞാൽ OnePlus 9 Pro Qualcomm Snapdragon 888, സ്റ്റോറേജ് 12GB ഓഫ് റാം, 256GB ഓഫ് സ്റ്റോറേജും, 120 Hz ഫ്ലൂയിഡ് AMOLED ഡിസ്പ്ലേ, ആൻഡ്രോയിഡ് വേർഷൻ 9 ആണ് വരുന്നത്. അപ്പോൾ നമുക്ക് കാണാം. പിന്നെ ഇനി ഇതിനകത്ത് വരുന്നത് ഡിസ്പ്ലേയിൽ നമുക്ക് അഡീഷണൽ ഓപ്ഷൻസ് പറയാവുന്നത് ഡാർക്ക് മോഡൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് മാനുവലി ഡാർക്ക് മോഡ് ടേൺ ചെയ്യാം. അപ്പോൾ കണ്ടില്ലേ, കുറച്ചും കൂടെ നല്ലൊരു വിഷ്വൽ എക്സ്പീരിയൻസ് ആണ് ഡാർക്ക് മോഡ് തരുന്നത്. പിന്നെ നോട്ടിഫിക്കേഷൻ ടോഗിൾസൊക്കെ നമുക്ക് അറിയാവുന്നതാണ്, വലിയ ചേഞ്ചസ് ഒന്നുമില്ല. പിന്നെ ഓവറോൾ നല്ലൊരു സ്മൂത്ത് എക്സ്പീരിയൻസ് ഉണ്ട്. 120 Hz കൂടെ ആവുകൊണ്ട് നല്ലൊരു സ്മൂത്ത് എക്സ്പീരിയൻസാണ് വരുന്നത്. പിന്നെ ഓക്സിജൻ വോയിസ് നമുക്ക് എല്ലാവർക്കും അറിയാം, വളരെ ഒരു മികച്ച UIയിലൊന്നാണ്. ഇനി ക്യാമറയുടെ കാര്യം പറയുകയാണെങ്കിൽ ഇവിടെ നമുക്ക് കിട്ടുന്നത് ഒരു ക്വാഡ് ക്യാമറ സെറ്റപ്പാണ്. ഹാസൽബ്ലാഡായിട്ട് പാർട്ട്ണർഷിപ്പിൽ ഇറക്കിയ ഒരു ക്യാമറയാണ്. അപ്പോൾ ക്യാമറയ്ക്ക് വരാം. നമുക്ക് അതിന് മുമ്പേ ഇതിൻ്റെ ഡിവൈസിൻ്റെ ബാക്കി ഹാർഡ്വെയർ ആസ്പെക്ട്സ് എന്ന് പറയാം. ഇവിടെ പവർ ബട്ടൺ കാണാം നിങ്ങൾക്ക്. അതേപോലെ തന്നെ സ്ലൈഡർ, അലേർട്ട് സ്ലൈഡർ കാണാം.
പിന്നെ ഇവിടെ നമുക്ക് വോളിയം കീസാണ് വരുന്നത്. പിന്നെ മുകൾ ഭാഗത്ത് ഓപ്പണിങ്സ് സ്ലോട്ട്സ് ഒന്നും തന്നെ ഇല്ല. താഴെ ഒരു USB Type C പോർട്ടും സിം ട്രേയും സ്പീക്കർ യൂണിറ്റുമാണ് വരുന്നത്. അപ്പോൾ ഒരു ഇൻഹാൻഡ് ഫീൽ എന്ന് പറഞ്ഞാൽ നല്ല ഒരു റൗണ്ടഡ് ഇൻഹാൻഡ് ഫീലാണ്. ഇതാണ് OnePlus 9 Pro. ഇനി നമ്മൾ OnePlus 8 Pro ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ കണ്ടില്ലേ, കാര്യമായൊരു ഡിഫറൻസ് ഇല്ല. പക്ഷേ എങ്കിലും OnePlus 9 Pro കുറച്ചുകൂടെ കോമ്പാക്റ്റ് ആണ്, കുറച്ചുകൂടെ സൈസ് കുറവായിട്ട് നമുക്ക് തോന്നും. പക്ഷേ എങ്കിലും വലിയൊരു ഡിഫറൻസ് ഒന്നുമില്ല, ചെറിയൊരു ഡിഫറൻസ് ഉണ്ട് എന്താണെങ്കിലും ലെങ്ത്തിൽ. പക്ഷേ കുറച്ചുകൂടെ കോമ്പാക്റ്റ് ആയിട്ട് തോന്നുന്നുണ്ട് എനിക്ക്. യൂസേജിലൊക്കെ കുറച്ചുകൂടെ കോമ്പാക്റ്റ് ആയിട്ട് തോന്നി OnePlus 9 8 Pro-നേക്കാളും. ഇനി നമുക്ക് ഇതിൻ്റെ ക്യാമറയെക്കുറിച്ച് പറയാം. ഇതാണ് വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു ആസ്പെക്റ്റ് എന്ന് പറയാവുന്നത്. ഇതിനകത്ത് വരുന്നത് നമുക്ക് ഒരു 48 മെഗാപിക്സൽ പ്രൈമറി സെൻസറാണ്. ഇത് സോണി IMX789 സെൻസറാണ്. f-stop 1.8 അപ്പേച്ചറും പിന്നെ ഒരു അൾട്രാ വൈഡ് ആംഗിൾ ക്യാമറ സോണി IMX766 ആണ്. അതൊരു 50 മെഗാപിക്സൽ അൾട്രാ വൈഡ് ആംഗിൾ ക്യാമറയാണ്. പിന്നെ ഒരു തേർഡ് ടെലിഫോട്ടോ ലെൻസാണ്, 8 മെഗാപിക്സൽ ടെലിഫോട്ടോ ലെൻസാണ്. പിന്നെ ഒരു മോണോക്രോം 2 മെഗാപിക്സൽ സെൻസറാണ് വരുന്നത്. അപ്പോൾ അതാണ് ക്യാമറേൻ്റെ കാര്യം പറയുന്നത്. ഇതിന് 8K റെക്കോർഡിങ്ങും വീഡിയോസ് റെക്കോർഡിംഗ് എല്ലാം അവൈലബിൾ ആണ്. അതേപോലെ ഫ്രണ്ട് ക്യാമറ ആണെങ്കിൽ നമുക്ക് കിട്ടുന്നത് ഒരു 16 മെഗാപിക്സൽ സോണി IMX471 സെൻസറാണ് വരുന്നത്. അപ്പോൾ നമുക്ക് ജസ്റ്റ് ക്യാമറ UI ഒന്ന് നോക്കാം. അപ്പോൾ കണ്ടില്ലേ, ക്യാമറ UI കാര്യമായി മാറ്റമൊന്നുമില്ല, ഓൾമോസ്റ്റ് സെയിം ഒക്കെ തന്നെയാണ്, വലിയ ഡിഫറൻസ് ഒന്നും വരുന്നില്ല. പോർട്രേറ്റ് മോഡ്, സ്ലോ മോഷൻ, വീഡിയോ റെക്കോർഡിംഗ് നമുക്ക് ഇത്തവണ 8K കൂടെ സപ്പോർട്ടഡ് ആണ്. കണ്ടില്ലേ, 4K 8K 1080p റെസൊല്യൂഷൻ, അങ്ങനെ 3 ഫോർമാറ്റിലും സപ്പോർട്ടഡ് ആണ്. പിന്നെ നൈറ്റ് സ്കേപ്പ്, പ്രോ മോഡ്, ഇങ്ങനത്തെ ഓപ്ഷൻസ് എല്ലാം തന്നെ നമുക്ക് ഇവിടെയും കിട്ടുന്നുണ്ട്. അപ്പോൾ അത് വെച്ച് കാര്യമായ ഒരു ഡിഫറൻസ് ഒന്നുമില്ല, എങ്കിലും നല്ലൊരു UI വരുന്നത്. നമുക്ക് കുറച്ച് ക്യാമറ സാമ്പിൾസ് ആണ്. ഇതാണ് OnePlus 9 Pro എന്നെടുത്ത ക്യാമറ സാമ്പിൾസ്. ഡീറ്റെയിൽഡായ നമ്മൾ ക്യാമറയെക്കുറിച്ച് വിശദമായി പിന്നെ ടെസ്റ്റ് ചെയ്തതിന് ശേഷം പറയുന്നതാണ്. റിവ്യൂ പോസ്റ്റ് ചെയ്യുമ്പോൾ വിശദമായി ക്യാമറയെക്കുറിച്ച് പറയുന്നതാണ്. അപ്പോൾ ഇതൊക്കെയാണ് OnePlus 9 Pro എന്നെടുത്ത ക്യാമറ സാമ്പിൾസ്. ഇതിനകത്ത് വരുന്നത് 4500 mAh കപ്പാസിറ്റി ബാറ്ററിയാണ്. 65 വാട്ട് ഫാസ്റ്റ് ചാർജിങ് ഉണ്ട്, WOP 65T ചാർജർ ഉണ്ട്. അതേപോലത്തെ 50 വാട്ട് വയർലെസ് ചാർജിങ് ഉണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ബാക്കിലാണ്, ഈ സൈഡിലാണ് വയർലെസ് ചാർജിങ് വരുന്നത്. വയർലെസ് ചാർജർ സെപ്പറേറ്റ് ആയിട്ട് മേടിക്കാൻ കിട്ടും. 50 വാട്ട് വയർലെസ് ചാർജറും ഇത്തവണ OnePlus ഇറക്കിയിട്ടുണ്ട്. പിന്നെ ഇതിനകത്ത് വരുന്നത് 8GB of RAM, 12GB of RAM, LPDDR5 RAM ആണ്, UFS 3.12 ലൈനാണ് വരുന്നത്. അതേപോലെ തന്നെ ഇതിനകത്ത് ഞാൻ നേരത്തെ പറഞ്ഞ ആൻഡ്രോയിഡ് 11 വരുന്നത്. പിന്നെ ഇതിൻ്റെ വേറെ കാര്യങ്ങൾ പറയുകയാണെങ്കിൽ വെച്ചാൽ ഇതിനകത്ത് ഡോൾബി സപ്പോർട്ട് ഉണ്ട്, അതേപോലെ NFC ഉണ്ട്, ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിൻറ്റ് സ്കാനർ ഉണ്ട്, അതേപോലെ തന്നെ എല്ലാം നമ്മൾ ജസ്റ്റ് സപ്പോർട്ട് അങ്ങനത്തെയൊക്കെ എല്ലാം ഉണ്ട്. പിന്നെ ഡുവൽ സ്റ്റീരിയോ സ്പീക്കേഴ്സാണ്, നോയ്സ് ക്യാൻസലേഷൻ സപ്പോർട്ട് ഉണ്ട്, ഡോൾബി ആറ്റ്മോസ് ഉണ്ട്. അങ്ങനെ എല്ലാം കൊണ്ട് തന്നെ ഒരു ഫ്ലാഗ്ഷിപ്പ് എക്സ്പീരിയൻസ് ആണ് OnePlus 9 Pro നൽകുന്നത്. അപ്പോൾ ഇതായിരുന്നു OnePlus 9 Proൻ്റെ ഒരു അൺബോക്സിങ് ഹാൻഡ്സ് ഓൺ വീഡിയോ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്നിരിക്കുന്നു. കൂടുതൽ വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതേപോലെ തന്നെ ആ ബെല്ലൈക്കൺ കൂടെ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതാണ്. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്. ഹോപ്പ് ടു സീ ഇൻ അവർ നെക്സ്റ്റ് വീഡിയോ. ഹാവ് എ ഗ്രേറ്റ് ഡേ.